ശക്തമായ പ്രതിപക്ഷമാകാം. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ വിലയിരുത്തലുമാകും സ്വാഭാവികമായും. 220ലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയാണ്. 80 സീറ്റുകൾ മാത്രമാണ് NDAക്ക് ലീഡുള്ളത്, മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തെക്കാൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം. രഞ്ജിത്ത്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്ക് ഇല്ല. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 243 മാത്രമേ എത്തിയിട്ടുള്ളൂ. 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJPക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുകയുമില്ല ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, അല്ലെ? കോവളം, നേമം, പാറശാല എണ്ണി തുടങ്ങുന്നു. റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. കോവളത്തൊക്കെ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ 5000 മുകളിലുള്ള ലീഡ് എന്നുകൂടി എടുത്ത് പറയണം ഇതിനിടെ. അതായത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 3 മണ്ഡലങ്ങളും BJPയുടെ സ്ട്രോങ് ഹോൾഡ്സ് ആണ്. അവിടെയാണ് കൂടുതലും ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പാറശാല, നേമം, കോവളം അതാണ് പാറശാലയും കോവളവും അതാണ് നിർണായകമാകുന്നത് UDFന്. അവിടെ എങ്ങനെയായിരിക്കും തരൂരിന്റെ പ്രകടനം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കഴക്കൂട്ടത്ത് കോവളത്ത് 5 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. നേമത്ത് 2 റൗണ്ടുകൾ, പാറശാലയിൽ 3 റൗണ്ടുകൾ, തിരുവനന്തപുരത്ത് 5 റൗണ്ടുകൾ, വട്ടിയൂർക്കാവിൽ 2 റൗണ്ടുകൾ, കഴക്കൂട്ടത്ത് 4 റൗണ്ടുകൾ. ഇതാണ് കണക്ക്. ഇത്തരത്തിലാണ് കഴക്കൂട്ടത്ത് 4 റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 12 റൗണ്ടുകൾ ആകെ ഉള്ളതാണ്. അത് 4 മാത്രമേ ആയിട്ടുള്ളൂ. വട്ടിയൂർക്കാവിലും ഇനിയും 10 റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട്. പാറശാലയിൽ 16 റൗണ്ട്, പാറശാലയിൽ 3 റൗണ്ട്, അവിടെ 16 റൗണ്ട് എണ്ണി തീരാനുള്ളതാണ്. അപ്പോൾ ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് രാജീവ് ഇത്ര. പത്തനംതിട്ടയിൽ 14,033 എന്ന കംഫർട്ടബിൾ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ആന്റണി. 61,679 വോട്ടുകളാണ് UDFന് കിട്ടിയത്. 47,646 വോട്ടുകൾ LDFനും. NDAക്ക് 35,839 വോട്ടുകൾ നേടുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ. കോട്ടയത്ത് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയ കോട്ടയത്ത് 22,923 എന്ന ലീഡിലേക്ക് ഫ്രാൻസിസ് ജോർജും. കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഏത് തരത്തിലാണ് എറണാകുളത്ത് പക്ഷേ വോട്ടെണ്ണൽ കുറച്ചുകൂടി വേഗത്തിലാണ്. അവിടെ ലീഡും അതിനനുസരിച്ച് കുതിച്ചു വരുന്നുണ്ട്. 77,000 ഹൈബിയുടെ ലീഡ് ഉയരുകയും ആകെ വോട്ട് 1,60,000 ഹൈബിക്ക് കിട്ടുകയും ചെയ്തു. അതായത് ഏകദേശം 40% വോട്ടുകളെങ്കിലും എറണാകുളത്ത് ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പക്ഷേ പതുക്കെയാണ് വോട്ടെണ്ണൽ പോകുന്നത് എന്ന് വ്യക്തമാണ്. 14,000 വോട്ടുകളുടെ ലീഡ് ആന്റോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. UDFന് കോട്ടയത്ത് 22,000 വോട്ടുകളുടെ ലീഡുണ്ട്. അങ്ങനെ കോട്ടയം UDFന് എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രസക്തി, ജോസ് കെ മാണിയുടെ പ്രസക്തിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. KPCC ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തിക്കഴിഞ്ഞു. വിജയാഹ്ലാദത്തിനുള്ള തയ്യാറെടുപ്പുകൾ അണികൾ നടത്തുകയാണ്. കേരളത്തിലെ UDF തരംഗം അവരെ ആഹ്ലാദിപ്പിക്കുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവും കാണുന്നു. അമേഠിയിൽ സ്മൃതി ഇറാനി ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. മത്സരിച്ച 2 സീറ്റുകളിലും രാഹുൽ മുന്നിൽ. വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ മുന്നിട്ട് നിൽക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ദേശീയ തലത്തിലുള്ള വലിയ തിരിച്ചടി. BJPക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടി. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിലേക്ക് BJP എത്തുന്നു. വെറും 300 സീറ്റുകളിൽ മാത്രം 400+ 400 പാർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ ഒരു മുന്നണിയുടെ ഗതികേടാണിത്. 400+ എന്ന് പറഞ്ഞിറങ്ങിയ മുന്നണി 300 സീറ്റുകൾ ഇപ്പോൾ ഒതുങ്ങുന്നു. ഇനിയും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. 221 എന്ന വലിയ കുതിപ്പിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തുന്നത്. അതിൽ 90ഓളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് പ്രധാനമാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം UPയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നിലാണ് എന്നുള്ളത് പ്രധാനമാണ്. NDA സഖ്യം പിന്നിലാണ്. UPയിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യം അവിടെ ഫലപ്രദമായി അവരുടെ പണി ചെയ്തു കഴിഞ്ഞു. അതായത് UPയിൽ BJPയെ പിന്നോട്ടടിച്ചുകൊണ്ട് ഹിന്ദി ഹൃദയ ഭൂമിയിലെ 80 സീറ്റുകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനമായ അയോധ്യയുടെ നാട്ടിൽ പിന്നിലാണ് BJP എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനം. BJP എടുത്ത് ചിന്തിക്കേണ്ടി വരും ഏതൊക്കെ ഫാക്ടറുകൾ ഈ സംസ്ഥാനങ്ങളിൽ അവരെ തിരിച്ചടിച്ചു എന്നുള്ളത്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അതിന്റെ കണക്കുകൂട്ടലായിരിക്കും. സർക്കാർ രൂപീകരിച്ചാൽ പോലും സ്ഥിരതയുള്ള സർക്കാർ എന്ന രീതിയിലേക്ക്, അപ്രമാദിത്വം എന്ന രീതിയിലേക്ക്, പ്രതിപക്ഷത്തെ ഗൗനിക സർക്കാർ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും
BJP-ക്ക് സാധിക്കില്ല. ഇനി പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുള്ള ഭരണമായിരിക്കും നരേന്ദ്രമോദിയുടേത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മഞ്ജുഷ്, ശരിയാണ്. ഡൽഹിയിൽ പോലും ഒരു സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് വലിയ മുന്നേറ്റം ബീഹാറിൽ പക്ഷേ NDA സഖ്യത്തിലെ 33 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ JDU-യും അവിടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറാൻ പോവുകയാണ്. അത് BJP-യെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി പോലും ബീഹാറിൽ മാറും. അത് ദേശീയ രാഷ്ട്രീയത്തിലും വരാൻ പോവുകയാണ്. എന്തായാലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 17 സീറ്റുകളിൽ 32,000 കടന്ന് സുരേഷ് ഗോപിയുടെ ലീഡ് 32,212. പെട്ടെന്ന് തിരികെ വരാം ഒരു 10 സെക്കൻഡ് പവർ ബ്രേക്കിലേക്ക്. നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത്, പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ ഏത് വിജയിയാണോ ഈ ന്യൂ മീഡിയ ആണ്. ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് ശൈലജ മാധ്യമങ്ങളെ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും 100,000 മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അറിയണം എല്ലാവർക്കും. അത് അത്രത്തോളം വരണമെന്നില്ല. ചിലർ ഈ ന്യൂ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ്. ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് വടകര മാത്രമല്ല, നമ്മൾ ഇനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നു. വടകരയിലെ അപവാദ പ്രചരണം വോട്ടുകളെ ബാധിച്ചിരിക്കുന്നു എന്ന് KK ശൈലജ പറയുന്നു. ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി LDF-ന് ഉണ്ടാകുന്നത് വലിയ തിരിച്ചടിയാണ് LDF-ന്. 2 ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് മഞ്ജുഷ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒന്ന് K രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും മറ്റൊന്ന് ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിലും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ആലത്തൂരിൽ ജയിക്കുന്ന K രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിശ്രമമില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് ഈ ഫലം ഇങ്ങനെയാണെങ്കിൽ കേരളം പോകാൻ പോകുന്നത് എന്നതും ഷാഫി പറഞ്ഞിരുന്നു. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും എന്നുള്ള സൂചന അദ്ദേഹം നൽകിയതുമാണ്. കാരണം അദ്ദേഹത്തിന് വടകരയിൽ ജയിക്കേണ്ടി വരും, അപ്പോൾ പാലക്കാട് ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള സങ്കടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിലെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിലേക്ക് വീണ്ടും NDA-യുടെ ലീഡ് കുറയുന്ന സാഹചര്യം. 297. രഞ്ജിത്ത്, വീണ്ടും NDA-യുടെ ലീഡ് കുറയുന്നു. 297 കുറയുകയാണ് NDA സഖ്യം. 298 296 കുറയുന്നു. 300 കഴിഞ്ഞ് 296 ആകുന്നു. 225 ഇന്ത്യ സഖ്യം കുതിച്ചുയരുന്നു. അതേഴ്സ് എന്ന 22ന്റെ ഒരു കാറ്റഗറി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 297 NDA സഖ്യം കുറയുന്നു. BJP ചോദ്യം ചെയ്യപ്പെടുന്നു. നരേന്ദ്രമോദി ചോദ്യം ചെയ്യപ്പെടുന്നു. അമിത്ഷാ ചോദ്യം ചെയ്യപ്പെടുന്നു. UP-യിൽ യോഗി ആദിത്യനാഥ് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇന്ത്യ സഖ്യത്തിന് പുത്തൻ ഉണർവാകുന്നു. ഈ സഖ്യം ഇനി ഇതുപോലെ തുടരും. നമ്മൾ ഇന്നലെയൊക്കെ ചോദിച്ചതുപോലെ ഇന്ത്യ സഖ്യം തുടരുമോ, വലിയൊരു വിജയം NDA-ക്ക് വന്നാൽ എന്ന ചോദ്യം അപ്രസക്തമാവുകയാണ്. ഇന്ത്യ സഖ്യം ശക്തമായി തുടരും. ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് വരും. 297 താഴുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ മൂന്നാം ടൈമിൽ BJP-ക്ക് അമിത്ഷായ്ക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ വീണ്ടും ടൈറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം. അടൂർ പ്രകാശിന്റെ ലീഡിൽ 468 കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ.